എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ സബ്ജക്റ്റ് മറ്റാരുമല്ല, നമ്മുടെ ഹണി റോസ് തന്നെയാണ്. സംഭവം ഹണി റോസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. ഹണി റോസിനെ ഒരു വ്യക്തി പിന്നാലെ നടന്ന് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ ഒരു വ്യക്തി അവർ നേരത്തെ ഒരു വ്യക്തിയുമായിട്ട് ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെ വച്ചിട്ട് അവരോട് മോശമായിട്ട് പെരുമാറി. അതിനുശേഷം ആ വ്യക്തി വിളിക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളിലൊന്നും അവർ പങ്കെടുക്കാതായി. അതിനുശേഷം ആ വ്യക്തി അവരെ പിന്നാലെ നടന്ന് ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ വച്ചിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യുന്നു എന്ന് കാണിച്ചിട്ട് അവർ ഒരു രേഖാമൂലം ഒരു പരാതി കൊടുത്തതായിട്ടൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ട് നിൽക്കുന്ന സംഭവം. അപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും അറിയുന്ന വ്യക്തി തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തിയുടെ പേര് അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും അത് എല്ലാവർക്കും ഊഹിക്കാൻ നമ്മൾ കേരളീയരും മിടുക്കരാണല്ലോ. അങ്ങനെ ഊഹിച്ചെടുത്തിട്ടുണ്ട്. സംഭവം മറ്റാരുമല്ല, നമ്മുടെ ബോച്ചയാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബോച്ചയിലേക്ക് തന്നെ പേര് പോവാനായിട്ട് പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കാനുള്ള കാര്യമെന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ ഈ പറയുന്നത് പോലെ നേരത്തെ ഹണി റോസ് ഒരു ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്ത് ബോബി ചെമ്മന്നൂരിൻ്റെ ജ്വല്ലറിയിലാണെന്ന് തോന്നുന്നു, ഒരു ഉദ്ഘാടന ചടങ്ങിൽ പോകുന്ന സമയത്ത് അവിടെ വെച്ച് കുന്തി ദേവി എന്ന് പറഞ്ഞിട്ട് അവരെ അധിക്ഷേപിക്കുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അവരെ മാനം കെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഹണി റോസ് അങ്ങനെ പ്രതികരിച്ചതായിട്ടൊന്നും കണ്ടില്ല. ഹണി അന്നേരം ചിരിച്ചതിനെ അങ്ങ് തള്ളിയതേ ഉള്ളൂ. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഹണി റോസ് ഈ പുള്ളിക്കാരൻ കൊടുക്കുന്ന ഉദ്ഘാടന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വിളിക്കുന്ന കാര്യങ്ങൾക്കോ ഒന്നും അവർ പങ്കെടുക്കാൻ പോകാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോഴങ്ങണ്ട് അവർക്ക് ഒരു ഉദ്ഘാടനത്തിന് അങ്ങോട്ട് ക്ഷണം ഉണ്ടായി. അപ്പോൾ അവരതിനെ സ്നേഹത്തോടെ നിരസിച്ചു. അതിനുശേഷം അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇവർ എന്തെന്ന് ചെയ്തു എന്ന് വെച്ചാൽ, അവരെവിടെയെങ്കിലും ഉദ്ഘാടനത്തിനോ എന്തെങ്കിലും കാര്യത്തിന് പോവുകയാണെങ്കിൽ ഈ പുള്ളിക്കാരൻ പിന്നാലെ ചെല്ലുക, അതിനുശേഷം അവരോട് ദ്വയാർത്ഥ പ്രയോഗത്തിൽ പെരുമാറുക, സംസാരിക്കുക എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇനി ബോബി ചെമ്മന്നൂരാണ് ഇത് ചെയ്യുന്നതെങ്കിലും മറ്റാരെങ്കിലുമാണ് ഇത് ചെയ്യുന്നതെങ്കിലും ആരായാലും വളരെ മോശമാണ്. ഹണി റോസിൻ്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ പിന്നാലെ നടന്ന് അവരെ മോശക്കാരിയായി ചിത്രീകരിക്കുക, അതല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നിന്നിട്ട് ഒറ്റ കണ്ണ് അടച്ചു കാണിച്ചാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അടച്ചു കാണിക്കുന്ന പുരുഷന് അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല, പക്ഷേ അതൊന്ന് കാണുന്ന പെണ്ണിന് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോഴാണ് അതുപോലെ ആ ഒരു കാര്യമാണ് ഇത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ എത്ര വലിയ കാശുകാരൻ എന്ന് പറഞ്ഞാലും എത്ര വലിയ കൊടികെട്ടിയ ആളെന്ന് പറഞ്ഞാലും അവരുടെ വേഷവിധാനങ്ങൾ എത്ര മോശം എന്ന് പറഞ്ഞാലും അവരുടെ പിന്നാലെ അലഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അത് ചെയ്യുന്നത് ഇനി എത്ര വലിയ കോടീശ്വരനായാലും ശരി തന്നെ അവരെക്കെതിരെ വേണ്ട രീതിയിൽ അവർക്കെതിരെ കേസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ താക്കീത് കൊടുക്കണം. കേസ് അവിടെ നിൽക്കട്ടെ, കേസ് രണ്ടാമത്തെ കാര്യമല്ലേ. അവർക്ക് വേണ്ട രീതിയിൽ കർശനമായ താക്കീതെങ്കിലും കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുമാത്രമല്ല, ഇവർ നിയമപ്രകാരം രേഖാമൂലം പരാതിയൊക്കെ കൊടുത്തിട്ട് കേസിനായിട്ട് പോവുകയാണെങ്കിൽ അതിൽ ശരിക്കും ഒരു സ്ത്രീയുടെ ഒരു പരാതിയാണ്. ലൈംഗികപരമായിട്ട് അവരെ കാണിക്കുന്ന ചേഷ്ടയായാലും അതേസമയം എന്ത് തന്നെയാണെങ്കിലും അവർക്ക് അറസ്റ്റ് പോലും ചെയ്യാനുള്ള ആ ഒരു വകുപ്പുള്ളതാണ്. ഒരു സ്ത്രീയോട് അത്രയും മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അത് പറയുന്നുണ്ടല്ലോ, റേപ്പ് ചെയ്യുന്നത് മാത്രമല്ല പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അത് ഒരു സ്ത്രീയെ ലൈംഗികമായിട്ട് ചേഷ്ട കാണിച്ചാലും എന്തെങ്കിലും ചേഷ്ടകൾ കാണിച്ചാലും ആംഗ്യം കാണിച്ചാലും അതുപോലെ മിഡിൽ ഫിംഗർ കാണിച്ചാലും അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചാലും അതെല്ലാം ഈ പറയുന്നത് പോലെ വകുപ്പിൽ പെടുന്നതാണ്. അപ്പോൾ എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അവരെ വസ്ത്രധാരണത്തിനോട് നമ്മൾ ഒട്ടും യോജിപ്പില്ല, 1% പോലും യോജിപ്പില്ല അവരുടെ വസ്ത്രധാരണത്തിന്. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ പിന്നാലെ നടന്ന് അവരോട് മോശം പറയേണ്ട ഒരു കാര്യവും ഇല്ല. ഓക്കെ, അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് വളരെ തെറ്റ് തന്നെയാണ്. അത്തരത്തിലുള്ള വലിയ തെറ്റുകൾ ആര് ചെയ്താലും അതിന് എത്ര ഉന്നതിയിലുള്ള ആളുകൾ തന്നെയാണെങ്കിലും അവർക്ക് സാധാരണ ഒരു വ്യക്തിക്ക് കിട്ടുന്ന പരിഗണന മാത്രമേ അവർക്ക് കിട്ടാൻ പാടുള്ളൂ. അവർക്ക് അർഹിക്കുന്ന ശിക്ഷ അവർക്ക് കൊടുക്കുക തന്നെ വേണം. അതാരായാലും ശരി തന്നെ. അങ്ങനെ മുഖം നോക്കി നമ്മൾ ഓരോരോ കുറ്റകൃത്യങ്ങൾക്കും നമ്മൾ മുഖം നോക്കി ശിക്ഷിക്കാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ നമ്മുടെ നാട് നന്നാവാനാണ്? ഈ പറയുന്നത് പോലെ പുള്ളിക്കാരന് ഒരു താക്കീതെങ്കിലും കൊടുക്കണം.
പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ പല മാധ്യമങ്ങളിലും പുള്ളിക്കാരൻ്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷേ എന്നാൽ വേറെ ചിലതിലൊക്കെ പേര് പറയുന്നുമുണ്ട്. അപ്പോൾ കൂടുതലും മറ്റൊരു ഉദ്ഘാടനത്തിന് വന്നിട്ട് ഇവർക്ക് മോശം അനുഭവം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഊഹിച്ചെടുക്കാൻ പറ്റും. കാരണം അന്ന് കുന്തിദേവി എന്ന് വിളിച്ചതിലുണ്ടായ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും അന്ന് നടന്ന പല ട്രോൾ വീഡിയോകളും നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അത് വെച്ച് തന്നെയാണ് എല്ലാവരും നേരെ ബോച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ബോച്ചയ്ക്ക് വിഷമമൊന്നും തോന്നിയിട്ട് കാര്യമില്ല, കാരണം വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ ഒരു സ്ത്രീയെയും അങ്ങനെ എപ്പോഴും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറയുന്നത് ശരിയല്ല. എപ്പോഴായാലും ഒരു തവണയാണെങ്കിൽ പോലും അങ്ങനെ പറയുന്നത് ശരിയല്ല. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ബോച്ചയുടെ ഞാൻ കണ്ടതാണ് ഒരു വീഡിയോ. ബോച്ചയുടെ ജ്വല്ലറിയിൽ നിന്നും മേടിച്ചതാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ച് മറ്റൊരു ജ്വല്ലറിയിൽ നിന്നും ഗോൾഡ് മേടിച്ചിട്ട് അവിടെ ആ ഒരു ജ്വല്ലറി മേടിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ നല്ല കളക്ഷനൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ട് അവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സെലക്ഷനും ഇല്ല എന്നൊക്കെ രീതിയിൽ സംസാരിച്ച് ഒരുമാതിരി അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ച ഒരു ചെറിയ പെൺകുട്ടിയാണ്, 22 വയസ്സോ അത്രയൊക്കെ ഉള്ളൂ, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് ബോച്ച മറ്റൊരു വീഡിയോ ചെയ്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഞാൻ ആ ഡയലോഗുകളൊന്നും പറയുന്നില്ല. അങ്ങനെ വളരെ വളരെ മോശമായ രീതിയിൽ ഞാൻ ബോച്ച പറഞ്ഞ വാക്ക് ഞാൻ അതുപോലെ പറയുന്നില്ല, അതെൻ്റെ സംസ്കാരത്തിന് പറ്റിയതല്ല. അതേസമയം ഇതൊരു സോഷ്യൽ മീഡിയ അല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഞാൻ പറഞ്ഞേനെ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മളങ്ങനെ പറയുമ്പോൾ അതിനൊരു മര്യാദയൊക്കെ ഉണ്ട്. പോരെങ്കിൽ നമ്മുടെ സഹോദര സ്ഥാനത്തുള്ളവരും സഹോദരിമാരും ഒക്കെയാണ് ഈ ഒരു വീഡിയോ എൻ്റെ ചാനൽ കാണുന്നത്. അപ്പോൾ അവർക്ക് കൂടി അവരുടെ മുന്നിൽ വെച്ച് പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഞാൻ പറയുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല. അപ്പോൾ അന്ന് തന്നെ ആ പുള്ളിക്കാരൻ ആ ഒരു ചെറിയ പെൺകുട്ടിയോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ട്രോളായി, അത് വലിയ വൈറലായി, എല്ലാവരും എടുത്തിട്ട് ഊക്കിയും വിട്ടു. നന്നായിട്ട് ബോച്ചയെ ഊക്കി വിട്ടതാണ്. അപ്പോൾ തെറ്റുകൾ ആര് ചെയ്തു കഴിഞ്ഞാലും അത് എത്ര വലിയവനായാലും അതവർക്ക് തിരുത്തപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഒന്നുകിൽ അത് കേസായി അയാളെ ജയിലിൽ അടയ്ക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു താക്കീത് അത്യാവശ്യമാണ്. അതല്ലാത്ത പക്ഷമാണ് വീണ്ടും 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 ഇങ്ങനെ ഓരോരുത്തർക്കും ഇതുപോലെയുള്ള പല ആളുകളും ഇതുപോലെയൊക്കെയുള്ള തമാശകളൊക്കെ പലരും തമാശയായിട്ട് മാത്രം കണക്കാക്കും. ഇങ്ങനെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ വെറും തമാശയായിട്ട് കണക്കാക്കി കളയുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ അതെല്ലാവർക്കും സാധിക്കില്ല. മറ്റു പലർക്കും ഇത് കേൾക്കുമ്പോൾ ഭയങ്കര അരോചകമായിട്ട് തോന്നുന്ന ആളുകളുണ്ടായിരിക്കും. ഇതൊരിക്കലും തമാശ ഫണ്ണായിട്ട് കളയാനായിട്ട് പലർക്കും പറ്റിയെന്ന് വരില്ല. ഇതൊക്കെ വലിയ വിഷയമാവുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്ത് പറഞ്ഞാലും എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു ഇതുപോലെയൊക്കെ ഉള്ളൊരു ഡയലോഗൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒരിക്കലും ഫണ്ണായിട്ട് തോന്നത്തില്ല. ശരിക്കും ഞാൻ റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്നത് പോലെ ഹണി റോസിൻ്റെ വേഷവിധാനങ്ങളും കാര്യങ്ങളും എന്ത് തന്നെ ആവട്ടെ, പക്ഷേ അവരൊരു സ്ത്രീയല്ലേ, അവർക്ക് അത് ഇഷ്ടമാവുന്നില്ല. പിന്നെ എന്തിനാണ് അവരോട് ഇങ്ങനെ അവർ സ്വസ്ഥമായിട്ട് വിട്ടേക്കൂ. അവരെവിടെയെങ്കിലുമൊക്കെ ഉദ്ഘാടനത്തിനോ എന്തിനെങ്കിലും പോകുമ്പോൾ അവരുടെ പിന്നാലെ പോയോ അല്ലെങ്കിൽ പിന്നാലെ പോയായാലും അല്ലാതെ ആയാലും അവരെ ഒരു തരത്തിലും അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അത് ബോച്ച ചെയ്താലും മറ്റാര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. തെറ്റ് ചെയ്യുന്നവൻ എന്തായാലും പണ്ട് കേട്ടിട്ടില്ലേ, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തെറ്റ് ചെയ്യുന്നവർ ആരായാലും അവർക്കുള്ള ശിക്ഷ കിട്ടും. അത്ര തന്നെ. അതൊക്കെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ. ഇത് എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.